2026 നൊയമ്പ് കാലത്തേക്ക് നാം സഭയായി പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നൊയമ്പ് കാലം നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും ദൈവിക പ്രകാശത്തിൽ നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കുന്നതിനും ആ ബലഹീനതകളെ പോരായ്മകളെ പോക്കി കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നാം ബലം പ്രാപിക്കുവാനുള്ള അവസരമത്രേ ഈ നൊയമ്പ് കാലം. തനിമയിലേക്ക് എന്ന ഈ പഠന പരമ്പരയിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 9-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം വായിക്കട്ടെ. യഹോവേ, തങ്ങൾ മർത്യരത്രേ എന്ന ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ. ദൈവത്തോടുള്ള പ്രാർത്ഥന ഏറ്റവും ഈ നൊയമ്പ് കാലത്ത് നമുക്ക് ഏറ്റവും ഉചിതമായൊരു പ്രാർത്ഥനയാണ്. തങ്ങൾ മർത്യരത്രയെന്ന് മനുഷ്യൻ അറിയണം. മർത്യൻ എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തോളമായിട്ടില്ല, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിക്കപ്പെട്ടവന്. തനിക്ക് ലഭിച്ചിരിക്കുന്ന തേജസ്സും ബഹുമാനവും ദൈവത്തിൻ്റെ ദാനമായി ലഭിച്ചിരിക്കുന്ന ആ തേജസ്സിലും ബഹുമാനത്തിലും മനുഷ്യൻ അഹങ്കരിച്ച് തങ്ങളുടെ പോരായ്മകളെ ബലഹീനതകളെ മറന്നു പോകുന്ന ഒരു ജീവിത രീതിയാണ് സാത്താൻ്റെ പ്രേരണയാൽ മർത്യൻ അവലംബിക്കുന്നത്. അതുകൊണ്ട് താൻ പറയുന്നതാണ് ശരി, താൻ പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഉള്ള ഉണ്മയായിട്ടുള്ള കാര്യങ്ങൾ. അതിനെ മറ്റുള്ളവരെ അംഗീകരിക്കുക, അതിനനുസരിച്ച് അവരുടെ ജീവിതം ക്രമപ്പെടുത്തുകയും വേണം എന്നുള്ള ശാഠ്യം നാം പല രംഗങ്ങളിൽ, ജീവിതത്തിൻ്റെ പല രംഗങ്ങളിലും കാണുന്നുണ്ട്. ഈ നൊയമ്പ് കാലം നമുക്ക് അനുതാപത്തിൻ്റെ കാലം. എന്തിനെക്കുറിച്ചുള്ള അനുതാപം? ഞാൻ കുറവുള്ളവരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. 8-ാം സങ്കീർത്തനത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മളെ ഓർപ്പിക്കുന്നു, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുക. മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇവിടെ നമ്മളെ ഓർപ്പിക്കുക. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തപ്പെട്ടവന്. അത് താഴ്ചയുണ്ടെങ്കിലും തേജസ്സും ബഹുമാനവും അണിയിക്കപ്പെട്ടവന് മനുഷ്യൻ. എല്ലാ മനുഷ്യരെയും ദൈവദൃഷ്ടിയിൽ തേജസ്സും ബഹുമാനവും നൽകി ദൈവം സൃഷ്ടിച്ചിരിക്കുക. അവന് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ച മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ലോകത്തിൽ എങ്ങനെ ദൈവജനമായി മനുഷ്യന് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആളത്വത്തിൽ നമ്മൾ ത്രിത്വ ദൈവത്തെയാണ് മനസ്സിലാക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവിൻ്റേതായ കർത്തവ്യം, പുത്രൻ്റേതായ കർത്തവ്യം, പരിശുദ്ധാത്മാവിൻ്റേതായ ചുമതല. ഈ 3 ആളത്വങ്ങളും ഒരുമിച്ച് മനുഷ്യനിൽ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ദൈവം സ്വന്തം സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ പുത്രനാകട്ടെ ഈ ലോകം
പാപം നിറഞ്ഞ ലോകമാണ്. ആ ലോകത്തിൽ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ജീവനെ വെടിഞ്ഞ് മനുഷ്യരെ രക്ഷിക്കുവാനായി ലോകത്തിലേക്ക് വന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യന് ഇതിന് സഹായമായി ദൈവികമായ സഹായം ആവശ്യമാണ്. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണെന്നുള്ള ഓർമ്മയിൽ, അതേസമയം പാപം നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ആ ബോധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ദൈവ അനുരൂപമായി ജീവിക്കുവാൻ വേണ്ട ഉപദേശം നൽകുവാനായി ദൈവം പരിശുദ്ധാത്മാവിനെയും ഈ ലോകത്തിന് നൽകി. പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനുഷ്യന് ലോകത്തിന് ബോധ്യം വരുത്തുന്നു. ദൈവത്തിൻ്റെ ഈ 3 ആണത്വങ്ങൾ മനുഷ്യരിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ദൈവ അനുരൂപമായി വളരുവാനായിട്ടുള്ള വാഞ്ച മനുഷ്യന് ഉണ്ടാകുന്നുള്ളൂ. അല്ല എങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഞാൻ പറയുന്നതൊക്കെ ശരിയാണ്, എൻ്റെ ചിന്താഗതിയാണ് ഏറ്റവും നല്ലത്, ഞാൻ പറയുന്നതനുസരിച്ച് മറ്റുള്ളവർ പ്രവർത്തിച്ചാൽ അവർക്ക് നല്ലത് എന്നുള്ളൊരു അഹംഭാവം മനുഷ്യരിൽ സംജാതമാകുന്നു. എന്നാൽ മനുഷ്യൻ്റെ ഉള്ള അവസ്ഥ, ആ അവസ്ഥ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ ഇടപെട്ട് മനുഷ്യന് ദൈവിക പ്രവൃത്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുമുള്ള ബോധ്യം വരുത്തേണ്ടിയിരിക്കുന്നു. നാം ദൈവത്തോട് അനുരൂപമായി ദൈവ സംസർഗത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയിരിക്കുക. ഏദൻ തോട്ടത്തിൽ ദൈവം ഇറങ്ങി വന്ന മനുഷ്യനോടുകൂടെ സഹകരിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ സാത്താൻ അതിൻ്റെ ഇടയിൽ കയറി ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളഞ്ഞു. ആ അകൽച്ച മനുഷ്യനെ ദൈവത്തിൽ നിന്ന് ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് വേണ്ടി സൃഷ്ടിച്ച മനുഷ്യനെ തൻ്റെ സ്വന്തമാക്കുവാൻ ദൈവം വാഞ്ചിച്ചുകൊണ്ട് മനുഷ്യൻ്റെ പിന്നാലെ വരിക. ആ ബോധ്യം വരുത്തുവാനായി ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി തന്നു. ആ ദാനമാണ് നമ്മൾ മനുഷ്യരാണ്, നമ്മൾ പരിമിതിയുള്ളവനാണ്, മനുഷ്യൻ എത്ര ഉറച്ചു നിന്നാലും വെറും ശ്വാസം മാത്രമാണ് എന്ന ബോധ്യം നമുക്ക് നൽകിത്തരുന്നത്. മനുഷ്യൻ പ്രബലനാകുവാൻ നമ്മളെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നില്ല. 9-ാം സങ്കീർത്തനത്തിൽ 19-ാം വാക്യത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. യഹോവേ എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലൻ ആകരുതേ. എവിടെയെങ്കിലും മനുഷ്യൻ പ്രാബല്യം പ്രാപിക്കുവാൻ വാഞ്ചിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിൽ നിന്നും അകന്നുപോയി എന്ന് ഓർക്കണമേ. കർത്താവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരേണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് പഠിപ്പിച്ചത്. ദൈവ സംസർഗത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകി ദൈവരാജ്യം ഭൂമിയിൽ വരുത്തുവാൻ ഉള്ള പ്രയത്നത്തിൽ ഏർപ്പെടുവാനുള്ള ഒരു ക്ഷണമാണ് നമുക്ക് ഈ നോയമ്പുകാലം. ഈ നോയമ്പുകാലം മനുഷ്യൻ്റെ ഉള്ള അവസ്ഥയെ മനസ്സിലാക്കുവാനും അതേസമയം നാം ബലഹീനരാണ്, എന്നാൽ നാം ദൈവത്തോടുള്ള സംസർഗത്തിൽ നാം ജീവിക്കുവാനുള്ളവരാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം എങ്ങനെ നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുതാപത്തിലേക്കും
പശ്ചാത്താപത്തിലേക്കും നയിക്കുമ്പോൾ മാത്രമേ ദൈവസംസർഗം പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ നോയമ്പുകാലം നമുക്ക് പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും കാലമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അവസ്ഥ നാം എല്ലാവരും കുറവുള്ളവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. നാം ആകുവാൻ ശ്രമിക്കാതെ ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി ദൈവ ഇഷ്ടത്തിനായി ദൈവം നമ്മളെ സൃഷ്ടിച്ചവരാണ് എന്നുള്ള ഓർമ്മയിൽ ദൈവത്തിൻ്റെ പരമാധികാരം നമ്മുടെ ജീവിതത്തിൽ നടത്തപ്പെടേണ്ടതിന് നമ്മളെ തന്നെ വിനയപ്പെടുത്താം. ഞാൻ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും ദൈവം അണിയിച്ചവനാണ്, നാം തന്നെ പ്രബലരാണ് എന്നുള്ള അഹങ്കാരത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഈ തേജസ്സും ബഹുമാനവും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ സാത്താനാണ് നമ്മുടെ ജീവിതത്തിലെ അധികാരം എടുക്കുന്നത്. നാം ബലഹീനരാണ്, എപ്പോഴും മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ, മണ്ണിലേക്ക് തിരികെ ചേരേണ്ടവർ, വെറും മണ്ണാകുന്ന മനുഷ്യൻ. നമ്മുടെ ചാമ്പൽ ബുധനാഴ്ചയോടെയാണല്ലോ നമ്മുടെ നോയമ്പ് ആരംഭിക്കുന്നത്. ചാമ്പൽ ബുധനാഴ്ച നമ്മളെ ഓർപ്പിക്കുന്നത് നാം വെറും മണ്ണാണ്, പൊടിയാണ് എന്നുള്ള സത്യം. എന്നാൽ ആ മണ്ണിനെ ദൈവകരങ്ങളാൽ മെനയുവാൻ ഏൽപ്പിക്കപ്പോൾ അത് ശക്തനായ മനുഷ്യനായി തീർന്നു, ജീവനുള്ള ദേഹിയായിത്തീരുന്നു, നിത്യജീവൻ കരസ്ഥമാക്കുവാനായി സൃഷ്ടിക്കപ്പെട്ട ആത്മാവുള്ള മർത്യനായിത്തീരുന്നു. ദൈവിക പദ്ധതി ഈ ഭൂമിയിൽ നടപ്പിലാക്കുവാനായി ദൈവം സൃഷ്ടിച്ച വ്യക്തികളായിത്തീരുന്നു. നാം തന്നെ പ്രബലരാകാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ശക്തി പ്രാപിക്കാം. നമ്മെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പാപബോധം നൽകി നമ്മെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ നോയമ്പുകാലം നമുക്ക് ആചരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.